എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം ഹറാമാക്കാനുള്ള ഒരു കാര്യം ഹറാമാക്കാനും ഒരു കാര്യം ഹലാലാക്കാനുമുള്ള അവകാശം അല്ലാഹു അല്ലാതെ ഇവിടുത്തെ ഭരണകൂടത്തിന് വെച്ചു കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ മദ്യം ഹറാമാക്കുക, ഹലാലാക്കുക, അതുപോലെ പലിശ ഹലാലാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യത്തിൽ അവര് ഹലാലാക്കിയ ഞങ്ങൾക്കും ഹലാലാണ്, അത് പടച്ചോൻ ഹലാലാക്കിയ പോലെ ഹലാലാണ് എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പടച്ചോനാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലില്ല, ഒരു പ്രസ്ഥാനത്തിലില്ല എന്നുള്ള സത്യം. ആ കാര്യം ജമാഅത്തെ ഇസ്ലാമി തീർത്തു പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ആ വിഷയത്തിൽ ജനങ്ങളെ വഞ്ചിക്കുകയും അവരോടുള്ള ഒരു സമൂഹത്തോടുള്ള ഈർഷ്യത, അവരോട് അനീതി കാണിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ആ കാര്യം നിങ്ങൾ ശരിക്കൊന്ന് മനസ്സിലാക്കണം. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ നിന്ന് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു രേഖ അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒരു വളരെ വിശാലമായി കിടക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കാര്യത്തിൽ അവരെഴുതിയ പുസ്തകങ്ങളിൽ അവർ ചെയ്ത അട്ടിമറികൾക്ക് കയ്യും കണക്കുമില്ല. ഇബാദത്ത്, ഇസ്ലാമിലെ ഇബാദത്തുമായി ബന്ധപ്പെട്ട് അനുസരണം, കീഴ്വണക്കം തുടങ്ങി ഈ വിഷയത്തിലെല്ലാം ആരാധന എന്ന പദം എടുത്തൊഴിവാക്കുന്ന അടക്കമുള്ള വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമി ചെയ്തു പോന്നിട്ടുള്ള കൃത്രിമത്വങ്ങൾ മൗദൂദിയോട് മാത്രമുള്ള കൂറിന്റെ പേരിലായിരുന്നു, ദീനിനോടുള്ള കൂറിന്റെ പേരിലായിരുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ വായിച്ചു തരാം. ഒരു മോഡേണിസ്റ്റ് ഈ അധികാരം സ്വയം കയ്യിലെടുത്താൽ അതിനർത്ഥം അയാൾ സ്വയം ദൈവമായി ചമയുന്നു എന്നാണ്. പക്ഷേ ഇന്ത്യയെ പോലെയുള്ള ഒരു രാഷ്ട്രത്തിൽ, ജമാഅത്തെ ഇസ്ലാമി പറയണ കേട്ടോളൂ, ഇന്ത്യയെ പോലെയുള്ള ഒരു രാഷ്ട്രത്തിൽ അത്തരക്കാർ അധികാരത്തിൽ വന്നാലും മറ്റുള്ള മുസ്ലിങ്ങൾ അവരെ ദൈവങ്ങളാക്കി എന്ന് വരില്ല. കാരണം ദൈവത്തിന് മാത്രമുള്ള നിരുപാധിക നിയമനിർമ്മാണാധികാരം മുസ്ലിങ്ങൾ അവർക്ക് വകവെച്ചു കൊടുക്കുന്നില്ല. ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. ജമാഅത്തെ ഇസ്ലാമി പറയാ, ഇത് കേട്ടാ വിചാരിക്കത് മുജാഹിദുകൾ പറയാണെന്നാ. കേട്ടോളൂ. കേരളത്തിലുണ്ടായിരുന്ന EMS മന്ത്രിസഭ മദ്യവും ചൂതാട്ടവും നിയമവിധേയമാക്കിയുണ്ടായി. പക്ഷേ EMS മന്ത്രിസഭ മദ്യവും ചൂതാട്ടവും നിയമവിധേയമാക്കിയാൽ അവ ഹലാലായി തീരുമെന്നോ അവ ഹലാലാക്കാനുള്ള അന്തിമ അധികാരം EMSനുണ്ടെന്നോ ഇവിടെയുള്ള മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. പിന്നെ എന്തിനാ ഇത്രയും കാലം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തിച്ചത്? EMS മദ്യം ഹലാലാക്കിയാൽ അത് അല്ലാഹ് ഹലാലാക്കിയ പോലെ ഹലാലാണ് എന്നൊരൊറ്റ മുസ്ലിമും വിശ്വസിക്കുന്നില്ല എന്ന് പറയുകയും മുഴുവൻ മുസ്ലിങ്ങളെയും ഇവർ കാഫിറാക്കുകയും ചെയ്യുന്ന എന്തിനാണ്? ഇല്ലാത്ത വാദത്തിന് മറുപടി പറയുന്ന ഇവരുടെ ശൈലി. ആർക്കില്ലാത്ത വാദം പറയാ, ആ വാദത്തിന് മണിക്കൂറുകളോളം പ്രസംഗിക്കുക, എന്നിട്ട് ഞാൻ വലിയ അറിവുള്ള കേമനാണെന്ന് ഞെളിയ. അതിന് ശൈഖിനെ പോലെയുള്ള ധർമ്മ സൗഭാഗ്യമുള്ളവർക്കല്ലാതെ കഴിയില്ല, അപാരമായ ചർമ്മ സൗഭാഗ്യമുള്ളവർക്കല്ലാതെ. ആലോചിച്ച് നോക്ക്. എന്നിട്ട് തുടർന്ന് പറയാൻ ഒരു മുസ്ലിമും അങ്ങനെ കരുതുന്നില്ല. എന്നിട്ടോ അടുത്ത വാചകം കേട്ടോളൂ. വല്ല മോഡേണിസ്റ്റും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ EMSനെ ദൈവമാക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ആരും, അടുത്ത വാചകം ശ്രദ്ധിച്ചോളൂ, ഇതുപോലെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ആരും ഇന്ദിരാഗാന്ധി അനുവദിക്കുന്നതെന്തും ഹലാലും നിരോധിക്കുന്നതെന്തും ഹറാമുമാണെന്ന് വിശ്വസിക്കുകയും നിരുപാധികമായി നിയമനിർമ്മാണത്തിനുള്ള പരമാധികാരം അവർക്ക് വകവെച്ചു കൊടുക്കുകയും ചെയ്യുന്നില്ല. അവർ നിർമ്മിക്കുന്ന ഏത് നിയമവും ദൈവിക നിയമങ്ങളെപ്പോലെ, ശ്രദ്ധിക്കണം, ദൈവിക നിയമങ്ങളെപ്പോലെ ശാശ്വതവും അലംഘനീയവുമാണെന്നും കൂറോടുകൂടിയും ഭക്തിയോടുകൂടിയും എക്കാലത്തും മാറ്റമില്ലാതെ അനുസരിക്കപ്പെടേണ്ടതാണെന്നും ഒരിക്കലും അതിൽ ഭേദഗതി പാടില്ലെന്നും ഇവിടെ അമുസ്ലിങ്ങളെന്നല്ല ഇന്ദിരാഗാന്ധിയുടെ ആരാധകർ പോലും വിശ്വസിക്കുന്നില്ല. കണ്ടോ? ഇന്ദിരാഗാന്ധിയുടെ ആരാധകർ പോലും അല്ലാഹ് ഹലാലാക്കിയ പോലെ ഹലാലാണ്, ഹറാമാക്കിയ പോലെ ഹറാമാണ്. ഇന്ദിരാഗാന്ധി ഹറാമാക്കിയാൽ ഹലാലാക്കിയാൽ എന്നത് ഇന്ദിരാഗാന്ധിയുടെ ആരാധകർ പോലും വിശ്വസിക്കുന്നില്ല എന്നാണ് പ്രബോധനം 1971 ജൂണിൽ പറയുന്നത്. ആലോചിച്ചു നോക്കൂ. ഈ വാദപ്രകാരം എന്തിനാണ് പിന്നെ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ എനർജി ചെലവഴിക്കുന്നത്? എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമി? ഇനി നിങ്ങൾ നോക്കൂ. ഇത്തഖദു അഖ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് വൽമസീഹ് ഇബ്നു മറിയം വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ 31-ാമത്തെ സൂക്തത്തിൽ പറയുന്നതാണ്. ഈ ആയത്ത് കൃത്യമായ ദുർവ്യാഖ്യാനത്തിന് ജമാഅത്തെ ഇസ്ലാമി വിധേയമാക്കാറുണ്ട് എന്ന് മാത്രമല്ല, അതിന്റെ ആദ്യ ഭാഗം പറയും, അവസാന ഭാഗം, അവരുടെ എല്ലാ ലേഖനങ്ങളും പരിശോധിച്ച് നോക്കൂ. ആ ആയത്തിന്റെ ആദ്യ ഭാഗം പറയും, അവസാന ഭാഗം അവർ മറച്ചു വെക്കും. അതെന്താ നിങ്ങൾ ശരിക്കും ആലോചിച്ചോളൂ. ഞാനത് കൃത്യമായി പറയാം. ഈ ആയത്ത് റസൂലുള്ള ഓതിക്കൊണ്ടിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു നബിയിലേക്ക് കയറി വരുമ്പോ ഈ ആയത്ത് ഓതിക്കൊണ്ടേയിരുന്നു റസൂലുള്ള. അപ്പോൾ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, ഞങ്ങളതിനെ അവരെ റബ്ബുകളാക്കാറില്ലല്ലോ, ഞങ്ങളുടെ ജൂത പണ്ഡിതന്മാരെ ഞങ്ങൾ റബ്ബുകളാക്കാറില്ലല്ലോ. എന്താ പറഞ്ഞതിനർത്ഥം?
ഇത്തഖദു അഖ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹ്, പടച്ചോന് പുറമെ അവരുടെ പണ്ഡിത പുരോഹിതന്മാരെ അവർ റബ്ബാക്കീന. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമി ചോദിക്കുന്ന ചോദ്യതാണ്, അപ്പൊ പണ്ഡിത പുരോഹിതന്മാരെ ആരും റബ്ബാക്കലില്ല, അവർ അനുസരിച്ചതാണല്ലോ, അതുകൊണ്ടാണല്ലോ, ആ അനുസരണമാണല്ലോ ഇബാദത്ത്. അതിനെക്കുറിച്ചാണല്ലോ പടച്ചോൻ പറഞ്ഞത്. അനുസരിച്ചത് കൊണ്ടല്ല അവർക്ക് ഇബാദത്ത് വന്നത്, അത് ജമാഅത്തിന് പറയാം. പക്ഷേ ജനങ്ങളെ ചതിക്കാൻ തീരുമാനിച്ച് ഇറങ്ങിപ്പുറപ്പെട്ടവർക്ക്, ജനങ്ങളെ വഞ്ചിക്കാമെന്ന് ഇറങ്ങിപ്പുറപ്പെട്ട് ദുനിയാവിലെ താൽക്കാലികമായ സ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് എന്തു ആവാലോ. ആ ആയത്ത് പറയുന്ന ഏതാണ്? അതുകൊണ്ട് നബി അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു, ഞങ്ങൾ അവരെ റബ്ബുകളാക്കാറില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ചോദിച്ചു, അവർ ഹലാലാക്കിയാൽ അത് ഹലാലാണ് എന്നും അവർ ഹറാമാക്കിയാൽ അത് ഹറാമാണ് എന്നും നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലേ? അള്ളാഹ് ഹലാലാക്കുന്നത് പോലെ അള്ളാഹ് ഹറാമാക്കുന്നത് പോലെ. അപ്പൊ പറഞ്ഞു, അതെ, അതാണ് അവർക്കുള്ള ഇബാദത്ത്. അഥവാ ഒരു കാര്യം ഹലാലാണോ ഒരു കാര്യം ഹറാമാണോ എന്ന് പറയാനുള്ള അവകാശം അത് അള്ളാഹുവിന് മാത്രമാണ്. ആ അവകാശം പണ്ഡിതന്മാർക്ക് അവർ വകച്ചു കൊടുത്തു. ഏതുപോലെ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നതായിരുന്നു ക്രിസ്ത്യാനികളുടെ വിശ്വാസം. അതിൽ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായവരാണ് പണ്ഡിത പുരോഹിതന്മാർ. അതുകൊണ്ട് അവർ പറയുന്ന വാക്കിനെ അള്ളാഹ് അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിന്റെ വാക്കുപോലെ അപ്രമാദിത്വമുണ്ടെന്നും അള്ളാഹു ഖുർആനിൽ ഒരു കാര്യം ഹലാലാണെന്ന് പറയുന്നതിന് തുല്യമാണ് പണ്ഡിതന്മാർ ഒരു കാര്യം ഹലാലാണെന്ന് പറഞ്ഞാൽ അത് ഹലാലാകലെന്നും അവർ വിശ്വസിച്ചു. അല്ലാതെ അവരെ ഇപ്പൊ പണ്ഡിതന്മാരെ അനുസരിക്കണം തന്നെയാണല്ലോ ഖുർആന്റെ വിധി. നിങ്ങളുടെ കരുകാര്യകർത്താക്കളെ അനുസരിക്കണം എന്നാണല്ലോ ഖുർആൻ പറയുന്നത്. ആ അനുസരണം ശിർക്കാണെങ്കിൽ അള്ളാഹു ഇങ്ങനെ പറയോ? പണ്ഡിതന്മാരെ അനുസരിക്കുക. ഉലിൽ അംരി മിൻകും എന്ന് പറഞ്ഞാൽ പണ്ഡിതനും അയാൾ അതേസമയം ഭരണാധികാരിയാണെങ്കിലും അനുസരിക്കണല്ലോ. അപ്പൊ പണ്ഡിതന്മാരെ അനുസരിക്കരുതെന്നാണ് ഇസ്ലാമിന്റെ വിധിയെങ്കിൽ ഇവിടെ പണ്ഡിതന്മാരനുസരിച്ചപ്പോ ശിർക്ക് വന്നു എന്ന് പറഞ്ഞാൽ എന്താ? ആ അനുസരിച്ച് ചെയ്ത പ്രവൃത്തി എന്താ? ഹലാലും ഹറാമാക്കാനുള്ള അവകാശം വെച്ചു കൊടുത്തു. ഏതുപോലെ? സ്ത്രീകൾക്ക് ജുമക്ക് പങ്കെടുക്കൽ, വെള്ളിയാഴ്ച പള്ളിയിൽ പങ്കെടുക്കൽ ഹറാമാണെന്ന് പേരോട് പറഞ്ഞു. അപ്പൊ അള്ളാഹു ഹറാമാക്കാത്ത ഒരു കാര്യം പേരോട് ഹറാമാക്കി. അതൊരാള് വിശ്വസിച്ചാൽ പേരോടിനെ അനുസരിക്കുക വഴി ഒരു സുന്നി മുശ്രിക്കായി തീരും. ഇതാണ് ഈ ആയത്തുകൊണ്ട് കിട്ടുക. വോട്ട് ചെയ്യൽ ശിർക്കാണെന്ന് ജമാഅത്തെ ഇസ്ലാമിന്റെ ഷെയ്ഖ് പറഞ്ഞു. അത് മനസ്സിലാക്കി അള്ളാഹ് ശിർക്കാണെന്ന് പഠിപ്പിച്ച പോലെയാണ് ഷെയ്ഖ് പഠിപ്പിക്കുന്നത് മനസ്സിലാക്കി ഒരു ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യാതിരുന്ന ഓൻ ഷെയ്ഖിനെ അനുസരിക്കവൈ മുശ്രിക്കായി. ഇതാണ് ഖുർആൻ കൊണ്ട് കിട്ടുക. ഇനി കേട്ടോളൂ, അതേ ആയത്തിൽ അള്ളാഹു പറയാൻ, വൽ മസീഹ് ഇബ്നു മറിയം, ഈസാ ഇബ്നു മറിയമിനെ, മറിയമിന്റെ പുത്രനെയും അവർ റബ്ബാക്കി. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, പണ്ഡിത പുരോഹിതന്മാരെ അനുസരിച്ചിട്ടാണ് അവർ റബ്ബായതെന്നാണല്ലോ? ഈസാ നബീനെ അനുസരിച്ചിട്ടാണോ ഈസാ നബി റബ്ബാക്കിയത്? ജമാഅത്തെ ഇസ്ലാമിയിൽ പെട്ടോൾക്ക് ബുദ്ധി ഉണ്ടാവില്ല. കാരണം മൗദൂദി കൃതി മാത്രമല്ല വായിച്ചത്, ഖുർആനൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് പോലും ചിന്തിക്കേണ്ടതാ. മൗദൂദിന്റെ കൃതി മാത്രം വായിച്ചവർക്ക് ദീന് തിരിയില്ല. ഒന്നാമതായി എനിക്ക് ഈ നേതാക്കന്മാരൊക്കെ പറയാം, മൗദൂദിന്റെ മുഴുവൻ കൃതികളും വലിയ കുഴി ഞാൻ കൊത്തി തരും, അതിൽ കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ചു ചൂടുക, എന്നിട്ട് ഖുർആൻ വായിച്ചു നോക്കുക, അപ്പൊ ദീന് മനസ്സിലാവും.